കേരളത്തിൽ എപ്പോഴും ഇഷ്യൂ ബേസ്ഡ് ആണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സതീശനും ഇഷ്യൂ ബേസ്ഡ് ആയിരിക്കും. ഇന്ന് ഇഷ്യൂ ഇല്ലായിരിക്കും, നാളെ രണ്ട് ദിവസം കഴിയുമ്പോൾ വലിയ രീതിയിൽ ഇഷ്യൂ ഉണ്ടാകും. അതിനെ ആമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാൻ, ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഇഷ്യൂ പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതോടെ വളരെ സ്ട്രോങ് വിക്കറ്റായ സതീഷ് വീക്ക് വിക്കറ്റിലോട്ട് പോകും. ഇതൊക്കെ പൊളിറ്റിക്സിലെ ഈ പറയുന്ന ശത്രുവും മിത്രവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ അൺപ്രഡിക്റ്റബിളാണ്. എല്ലാം ഇഷ്യൂ ബേസ്ഡ് തന്നെയാണ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന ക്രൈസ്തവ സഭകളുമായിട്ട് സതീശൻ ഒന്നിച്ച് തന്നെ പോകും. ഈ പറയുന്ന സുകുമാരൻ നായരെ സതീശൻ പോയി കാണും, വെള്ളാപ്പള്ളിയെ സതീശൻ പോയി കാണും. 100% കണ്ടിരിക്കും. അല്ലെങ്കിൽ സതീശന് മുന്നോട്ട് പോകാൻ പാടാണ്. പ്രത്യേകിച്ച് 3ഓളം അംഗങ്ങൾ, BJP അംഗങ്ങൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ അവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്ന ലീഗിനെയാണ്. ലീഗ് അതിന് പറ്റിയ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. കാരണം അവരുടെ അഡ്മിനിസ്ട്രേഷനിലുള്ളതിൻ്റെ അകത്ത് ഈ കുഞ്ഞാലിക്കുട്ടി ഒഴികെ ബാക്കിയെല്ലാം മണ്ടന്മാരാണ്. ബാക്കി എല്ലാവരും മണ്ടന്മാർ. ഈ KM ഷാജിയൊക്കെ വലിയ മണ്ടനാണ്. അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി പറയാൻ സാധിക്കുമോ മതമാണ് വലുത്, മുസ്ലിം ഇതൊക്കെ പറയാൻ സാധിക്കുമോ? ഇതൊക്കെ ശരിക്കും അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ഭൂരിപക്ഷ ആളുകളും അതിൻ്റെ കൂടെ നിൽക്കുന്ന ക്രൈസ്തവ മൈനോറിറ്റിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ പെട്ടുപോകും. അത് മറ്റൊരു ഇഷ്യൂ ആയി മാറും. അതായത് ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് ആണ്. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ആമിക്കബിൾ സെറ്റിൽ ചെയ്യാതെ ഈ ഗവൺമെൻറ്റിന് ഫർദർ മുന്നോട്ട് പോകാൻ 100% ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും.